കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ജൂൺ 1 മുതൽ പാലക്കാട് തൃശൂർ ബസ്സുകൾ ഒഴികെ മറ്റു എല്ലാ സ്വകാര്യ ബസ്സുകളും കയറി തുടങ്ങും. പക്ഷേ സുരക്ഷ അകലെയാണ്. കൂടുതൽ ബസ്സുകളും യാത്രക്കാരും എത്തുന്നതോടെ സ്റ്റാൻഡിൽ തിരക്കേറും. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ അവ കണ്ടെത്തുന്നതിനായി സുരക്ഷ ഒരുക്കുന്നതിനും വേണ്ടി സ്റ്റാൻഡിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നത് നന്നായിരിക്കും. ബസ്സുകൾ കയറാത്ത കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ജൂൺ 1 മുതൽ ബസ്സുകൾ കയറാൻ തുടങ്ങും. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള മറ്റു എല്ലാ സ്വകാര്യ ബസ്സുകളും സ്റ്റാൻഡിൽ കയറും. കൂടുതൽ ബസ്സുകളും യാത്രക്കാരും എത്തുന്നതോടെ ഇനി മുതൽ സ്റ്റാൻഡിൽ തിരക്കേറും. അതേസമയം സുരക്ഷ അകലെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നതിനോ സുരക്ഷ ഒരുക്കുന്നതിനോ നിരീക്ഷണ ക്യാമറകൾ വയ്ക്കുന്നത് നന്നായിരിക്കും. ഇതിന് നഗരസഭ അധികൃതർ തന്നെ മുന്നോട്ട് വരണം. 2 മാസം മുൻപാണ് ബസ് സ്റ്റാൻഡിൽ വെച്ച് രാത്രിയിൽ തമിഴ്നാട് സ്വദേശിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവമുണ്ടായത്. എന്നാൽ ആ സംഭവത്തിൽ പ്രതിയെ കണ്ടെത്തുന്നതിന് തുടക്കത്തിൽ പോലീസിന് കാലതാമസം വന്നു. സുരക്ഷയുടെ ഭാഗമായി ബസ് സ്റ്റാൻഡിനകത്ത് നിരീക്ഷണ ക്യാമറകൾ ഇല്ലാതിരുന്നതിനാൽ തുടക്കത്തിൽ പോലീസിന് അന്വേഷണം തിരിച്ചടിയായി. പിന്നീട് ബസ് സ്റ്റാൻഡിന് പുറത്തുനിന്നുള്ള വിവിധ ഭാഗങ്ങളിലെ കടകളിലെ 100ഓളം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച ശേഷമാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സഹായകമായത്. എന്തായാലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നതിനായി ബസ് സ്റ്റാൻഡിലെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന സൂചനയാണ് ഇതോടൊപ്പം നൽകാനുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.